ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഗോളാണ് നമുക്ക് വീട് പണിത് തീർക്കണം. കാരണം വീടിൻ്റെ റിസോഴ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഴുവൻ എടുത്തായിരുന്നു. പിന്നെ ഗൈസ് ഇച്ചിരി സമയം കൊണ്ട് ഞാൻ ഈ സ്ഥലം ഫുൾ ഫ്ലാറ്റാക്കി. പിന്നെ ഇച്ചിരി കൂടി മരം വെട്ടി. കാരണം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇച്ചിരി വലിയ വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി മരം ഞാൻ കെട്ടി. അപ്പോൾ ഒരു 3 സ്റ്റാക്ക് ബിർച്ചും 4-5 സ്റ്റാക്ക് ഓക്കും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഗൈസിന് ആദ്യം തന്നെ ഈ സ്ഥലം ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഷവല് ഞാനൊരു സ്റ്റോൺ ഷവല് ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലം ഫുൾ ഫ്ലാറ്റാക്കി. അത് കണ്ടാൽ എനിക്ക് ആവശ്യത്തിനുള്ള സ്ഥലം ഉണ്ട്. പിന്നെ ഇച്ചിരി കൂടി ഇവിടെ ബെർച്ചിൻ്റെ സാപ്ലിങ്സും നട്ടുകൊണ്ട് എനിക്ക് ഈ മരം ആവശ്യം വരികയാണെങ്കിൽ ഇവിടുന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെട്ടണമെന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഈ വീടിന് വേണ്ടി അതുകൊണ്ട് ഞാൻ ചെയ്തത് ഈ ഡേർട്ടും വെച്ചിട്ട് നമുക്കൊരു ലേഔട്ട് ഉണ്ടാക്കി എൻ്റെ വീടിന് വേണ്ടിയുള്ള. അപ്പോൾ ഇത്രയും സ്പേസാണ് എൻ്റെ വീട് എടുക്കാൻ പോകുന്നത് താഴേന്ന്. അപ്പോൾ ഏകദേശം ഒരു 3 ഫ്ലോർ ഉണ്ടാവാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനഫായില്ലെങ്കിൽ നമുക്ക് 2 ഫ്ലോർ ആക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലേഔട്ട്. ഈ സ്ഥലത്ത് ഞാൻ മറ്റേ സ്ട്രിപ്പ്ഡ് ഓക്ക് ലോഗ വെക്കുന്നത്. ഈ സ്ഥലത്ത് ഈ ഡേർട്ടിന് പകരം ഞാൻ സ്ട്രിപ്പ്ഡ് ഓക്ക് ലോഗ് വെച്ചിട്ട് ഏകദേശം ഒരു ഫ്ലോറിന് 3 ബ്ലോക്ക് ഹൈ വയ്ക്കും. അങ്ങനെ നമുക്കിങ്ങനെ ബിൽഡ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ നടുക്ക് ഞാൻ ബെർച്ചിൻ്റെ പ്ലാങ്ക്സ് വയ്ക്കും. ഞാൻ ബെർച്ചിൻ്റെ ഡോറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഓരോ സ്റ്റാക്ക് ഓക്കും ബെർച്ചും ഞാൻ കൈ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബെർച്ച് നമുക്ക് ഫുൾ പ്ലാങ്ക്സ് ആക്കാം. കാരണം ഫുള്ള് നമുക്ക് ആവശ്യം വരും പ്ലാങ്ക്സ് ആക്കിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 4 സ്റ്റാക്ക് പ്ലാങ്ക്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഓക്ക് ലോഗ് നമുക്ക് എല്ലാം സ്ട്രിപ്പ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് വയ്ക്കുമ്പോൾ സ്ട്രിപ്പ് ചെയ്താൽ മതി. അപ്പോൾ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഈസി, കറക്റ്റായിട്ട് നമുക്ക് ബാക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുൾ പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഇത് പ്ലാങ്ക്സ് ആക്കാം. ഓക്കെ, ബിർച്ചിൻ്റെ സാധനങ്ങളെല്ലാം ഫുൾ പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ഡേർട്ട് മാറ്റിയിട്ട് ഈ ഓക്ക് ലോഗ് വയ്ക്കാം. ഇങ്ങനെ വെച്ച് തുടങ്ങാം. ഈ ഡേർട്ട് മാറ്റിയിട്ട് ഓക്ക് ലോഗ് വയ്ക്കാം. ഈ ഡേർട്ട് ഇങ്ങനെ വെച്ചതെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് അധികം പാടാവാതിരിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഇത് കൗണ്ട് ചെയ്ത് സമയം കളയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ലേഔട്ട് കയറ്റി വെച്ചുകൊണ്ട് എനിക്കിത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇവിടെ ഒരു ആക്സ് കൈ പിടിക്കാം. കാരണം അറിയാണ്ട് വക്കൽ എന്തെങ്കിലും തെറ്റിപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡേർട്ട് മുഴുവൻ ഇങ്ങനെ ഓക്ക് ലോഗായിട്ട് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡേർട്ടിന് പകരം മുഴുവൻ ഓക്ക് ലോഗ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സ്ട്രിപ്പ് ചെയ്യാം. ഇതൊക്കെ ഓരോന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് കാണാം. സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മളെല്ലാം സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് നടുക്ക് ഇങ്ങനെ പ്ലാങ്ക്സ് വയ്ക്കാം. ബെർച്ചിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. ഇങ്ങനത്തെ ഡിസൈനാണ് എൻ്റെ തലയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ക്രിയേറ്റീവ് വേൾഡ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് നല്ലൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കൊരു ഇവിടെ ആയിരിക്കും നമ്മുടെ ഡോറൊക്കെ. ഈ കറക്റ്റ് നടുക്ക് ഒരു പീസായിട്ട് ഡോറൊക്കെ ഇവിടെ. ഇത് നമുക്ക് മാത്രം മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഡോറായിരിക്കും. അപ്പോൾ നമ്മളൊരു ഇതെല്ലാം 3 ബ്ലോക്ക് ഹൈറ്റ് പൊക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ലോഗെല്ലാം സ്ട്രിപ്പും ചെയ്തിട്ടുണ്ട്. അതിനടുക്ക് ബെർച്ചിൻ്റെ പ്ലാങ്ക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ സ്ഥലം ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഏകദേശം ഒരു അരഭാഗം നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലോർ റെഡിയാക്കണം. എന്ന് വെച്ചാൽ ഈ സ്ഥലം ഡേർട്ടൊക്കെ കുഴിച്ച് മാറ്റിയിട്ട് ഒരു നല്ല ഡിസൈൻ വെക്കണം. അപ്പോൾ എൻ്റെ തലയിലുള്ളത് ഈ ഓക്കിൻ്റെ സ്ട്രിപ്പായിട്ടുള്ളതും, എന്നുവെച്ചാൽ ഓക്കിങ്ങനെ സ്ട്രിപ്പ് ആയിട്ടുള്ളതും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെർച്ചിൻ്റെ സ്ട്രിപ്പ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്ക് അതാണോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ചെയ്യണോ അതോ ഈ പ്ലാങ്ക്സിൻ്റെ ചെയ്യണോ? പ്ലാങ്ക്സിൻ്റെ ചെയ്യുകയാണെങ്കിൽ പ്ലാങ്ക്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇതൊന്നും ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ വെക്കണം. എന്ത് ശരിയാവാത്ത
ശരിയാക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഡിസൈനാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഈ ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ, പിന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചർ ഉണ്ട്. പിന്നെ രണ്ടാമത് ഉദ്ദേശിച്ചത് ഇതിൻ്റെ തന്നെ ഈ പ്ലാങ്ക്സ്, ഇത് ഒരു ലോഗോ സ്ട്രിപ്പ് ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ. വേറെ ഡിസൈനിൻ്റെ ഇലയിലുണ്ട്, അത് ഈ മറ്റേ ബിർച്ചിൻ്റെ പ്ലാങ്ക്സും നമ്മുടെ ഓക്കിൻ്റെ പ്ലാങ്ക്സും ഇതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കണത്. അപ്പോൾ ഇതാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷെ അത് മറ്റേ ഈ പ്ലാങ്ക്സ് ആണെങ്കിൽ ഇച്ചിരി ചീപ്പായിരിക്കും, നമുക്ക് അധികം ഇതിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ എനിക്ക് ഇത് ഇച്ചിരി ഇഷ്ടപ്പെട്ടെ. ഒരു കാര്യം ചെയ്ത് തന്നെ വയ്ക്കുക നമ്മുടെ ഫ്ലോറിങ്. അപ്പോൾ ഫ്ലോറിങ് ഇത് വയ്ക്കുമ്പോൾ നമുക്ക് അടുത്ത നിലയിൽ നമുക്ക് മറ്റേ ബിർച്ചിൻ്റെ പ്ലാങ്ക്സ് ഇത് വയ്ക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കമ്പൈൻ ടെക്സ്ചർ കിട്ടും. നമുക്ക് അങ്ങനെയൊക്കെയാ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം ഇവിടെ നിന്ന്. എന്നിട്ട് ഒരു ഷവ്വിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അടിഭാഗം ഒന്ന് സെറ്റാക്കാം. അടിഭാഗം സെറ്റാക്കിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം ഫുൾ അങ്ങോട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് കുഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഷവലും പൊട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ കയറി ചെല്ലാം. അപ്പോൾ നമുക്ക് മുഴുവൻ ഓക്ക് ലോഗും ബിർച്ച് ലോഗിൻ്റെയും കമ്പൈൻ ടെക്സ്ചർ വേണം. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക് ഫുൾ അങ്ങോട്ട് എടുത്തേക്കാം. എനിക്ക് എന്തായാലും 2 സ്റ്റാക്ക് എന്തായാലും വേണ്ട വരും ഓരോന്നും. അപ്പോൾ നമുക്കിങ്ങനെ വയ്ക്കാം. ഒരു കയ്യിൽ ബിർച്ച്, ഒരു കയ്യിൽ ഇത് ഓക്ക്. ഇത് തീരുമ്പോഴത്തേക്കും എൻ്റെ എന്തായാലും ഉള്ള എല്ലാ ഓക്കും ബിർച്ചും തീരും. നമുക്ക് പിന്നെയും മരം വെട്ടാൻ പോകേണ്ട വരും. അപ്പോൾ ഇത് മുഴുവൻ വച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്ലോർ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഭാഗ്യത്തിന് ഓരോ സ്റ്റാക്ക് ഓക്കും ബിർച്ചോ ഇതിന് വന്നോളൂ. ഭാഗ്യത്തിന് അത്രേ വന്നോളൂ. ഇനി നമുക്ക് ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ കാണുമ്പോൾ രസമല്ല, നമുക്ക് സ്ട്രിപ്പ് ചെയ്യുമ്പോൾ രസം. ഫുൾ സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ചെയ്തിട്ട് കാണാം ഗൈസ്. സ്ട്രിപ്പ് ചെയ്തതിൻ്റെ ആക്സ് പൊട്ടിപ്പോയി. ഒരു പുതിയ ആക്സ് ഉണ്ടാക്കാം. പിന്നെയും സ്ട്രിപ്പ് ചെയ്യണ പണിയോട്ട് തിരിച്ചു പോകാം. നമുക്ക് ആക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി സ്റ്റിക്ക് വേണം. നമുക്ക് സ്റ്റിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് വുഡൻ ആക്സ് ആയാലും മതി, 2 ഉണ്ടാക്കാം. സ്ട്രിപ്പ് ചെയ്യലാണല്ലോ, പൊട്ടിക്കലല്ലോ. അപ്പോൾ നമുക്ക് ഏത് ആക്സ് ആണെങ്കിലും മതി. അപ്പോൾ ഡ്യൂറബിലിറ്റി ചെറുപ്പട്ടെന്ന് പോവും. മുഴുവൻ സ്ട്രിപ്പ് ചെയ്തിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഞാൻ ഫുൾ സ്ഥലം സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സുഖമാണ്. അപ്പോൾ ഫ്ലോർ നമ്മുടെ റെഡിയായി. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പണി നോക്കേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറൊന്ന് നോക്കാൻ പറ്റും ആദ്യം. അപ്പോൾ നമുക്ക് ഈ ആക്സ് ഇവിടെ കൊണ്ടുപോയി വയ്ക്കാം. നോക്കുന്നുണ്ട് കൈ. ഓക്കെ ഗൈസ്, ഈ മരമൊക്കെ ഇത് ബ്ലോക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതിക്ക് മരമൊക്കെ വെട്ടിക്കളയേണ്ടി വരും. ഒരു ഏകദേശം ഒരു മിഡിലൊക്കെ ഇട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അത്രയ്ക്കും നല്ലതെന്ന് പറയാനും പറ്റൂല. ഒരു നല്ല രസമല്ല, ഒരു ഉദ്ദേശിക്കുന്ന ഒരു വൈബ് കിട്ടാനുള്ള കുഴപ്പമില്ല. പിന്നെ അത് ഫ്ലോർ സെറ്റപ്പാണ്. ഫ്ലോർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ സൈഡ് ഇതിപ്പോൾ അകത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ പുറത്ത് ചെറിയൊരു എന്തോ ഒരു കുറവ് പോലെ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലാസ് വയ്ക്കാത്തതിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഗ്ലാസ് വയ്ക്കുക. കാരണം ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറോട്ട് പോകണുള്ളൂ. ഞാൻ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. ഈ ഐഡിയ എൻ്റെ സ്വന്തം നല്ലതെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഈ വീട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയണം. ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുള്ളൂ, നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പണിയണം. സെക്കൻഡ് ഫ്ലോറിൻ്റെ നമ്മളിങ്ങനെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോറ് നമുക്ക് എങ്ങനെ എടുക്കുന്നതൊക്കെ നോക്കണം. ഇപ്പോൾ ഈ വീട് കാണാൻ നല്ല രസമുണ്ട്. ഗ്ലാസും കൂടി വെച്ചപ്പോൾ സെറ്റപ്പായി. ഇനി നമുക്ക് ഒരു ഡോറും കൂടി വെച്ചാൽ നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടെ ഫുൾ കംപ്ലീറ്റ് ആവും. സെക്കൻഡ് ഫ്ലോറിൽ പണിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോവാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരിക്കും നമ്മുടെ ബെഡ് വെക്കണേ. ഈ ബെഡ് യെല്ലോ കളർ വയ്ക്കണ രസം. കാരണം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ മാച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് സൂര്യൻ മഞ്ഞ. അപ്പോൾ നമുക്ക് ഈ എണീക്കുമ്പോൾ തന്നെ സൂര്യനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ കിടക്കുമ്പോൾ സൂര്യനായോ എന്നൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ ആ സൈഡിലായിരിക്കും ഞാൻ ബെഡ് വെക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് രാത്രി ആവാത്തതെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കണം ബെഡിൻ്റെ സ്ഥലം. ഇപ്പോൾ ഒന്നാമത്തെ ഫ്ലോറിലായിരിക്കും മുകളിലത്തെ ഫ്ലോറിലായിരിക്കും ഞാൻ വെക്കണത് മറ്റേ നമ്മുടെ ബെഡ്. താഴത്തെ ഫ്ലോറിൽ വെച്ച് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബിർച്ചിൻ്റെ തന്നെ ഡോറ് വയ്ക്കുക. കാരണം ഇതൊരു വൈറ്റ് തീമാണ് തന്നെ. അപ്പോൾ നമുക്കൊരു ബിർച്ചിൻ്റെ ഡോറ് തന്നെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഉള്ളിൽ നിന്ന് വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ എല്ലാ വീടിനും അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വീടൊരു ഡോറും കൂടി ആയപ്പോൾ സെറ്റപ്പായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം.
ഗോൾഡിൻ്റെ പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യണതിനാ. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ബെർച്ചിൻ്റെ ഒരു പ്രഷർ പ്ലേറ്റ്, നമുക്കിനി ഒരു ഓക്കിൻ്റെ ഒരു പ്രഷർ പ്ലേറ്റ് വേണം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാ. ഓക്കിൻ്റെ ഒരു പ്രഷർ പ്ലേറ്റ് 2 മതി നമുക്ക് കാര്യം. ഒരെണ്ണം മതി. നമുക്ക് ഏതാ ചേരണേന്ന് നോക്കാം. ഇവിടെ ഒരു സറൗണ്ടിങ്സിൻ്റെ കൂടെ ഈ ഏരിയയിൽ നമുക്ക് ഇവിടെ ഓക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ ഓക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഓക്കിൻ്റെ ടെക്സ്ചറും വലിയ രസമില്ല. നമുക്ക് ഇങ്ങനെ വയ്ക്കുക, അപ്പോൾ ഒരു നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഇത് തന്നെ തുറയെ അടഞ്ഞും ചെയ്തോളൂ. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ ഇവിടെ വയ്ക്കുക. അപ്പോൾ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറക്കുകയും അടയുകയും ചെയ്യും. തുറക്കുകയും അടക്കുകയും ചെയ്യാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലോർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി തുടങ്ങണം. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ പണിക്ക് ആവശ്യത്തിന് വുഡ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ കയ്യിൽ 1 സ്റ്റാക്ക് ബെർഷും പിന്നെ 4 സ്റ്റാക്ക് ഓക്കും ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചേച്ചിക്കൂടി ബെർച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അടുത്ത ഫ്ലോറിൻ്റെ പണി തുടങ്ങാം. കാരണം 1 സ്റ്റാക്ക് ബെർച്ചും വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 1 സ്റ്റാക്ക് ബെർച്ചും വെച്ച് നമുക്ക് പണി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഈ വുഡൻ ആക്സ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം. വുഡൻ ആക്സിനകത്ത് എറിഞ്ഞളയാം. ഞാൻ കതിച്ചളഞ്ഞുണ്ട്. നമുക്കിനി വേഗം വിട്ടൊരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കറക്റ്റ് 3 മൈൻഡ് ചെയ്യുള്ളൂ. ഇത് എന്താണ്? എനിക്കൊരു ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ആമയെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗീസ് നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പം എൻ്റെ ബർത്ത് തീരും. അയ്യോ ചത്ത്. അയ്യോ ഗൈസ് ഇവിടുന്ന് സ്കേപ്പ് അടിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. എന്നെ കൂടെ വൈകി ഗൈസ്. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവുക ഗൈസ്. നമുക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവുക. അതുകൊണ്ട് നമുക്ക് പോകണം. കോഡ് വെറുതെ റാൻഡമായിട്ട് താഴോട്ടേക്ക് മൈൻ ചെയ്തതാണ്. മനുഷ്യന് വെറുതെ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഇനി ഇത് ഇത്രയും മതി. നമുക്കിനി മുകളിലോട്ടേക്ക് പോവാം. ഡേർട്ട് വെച്ചിട്ട് മുകളിലോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി സ്റ്റോൺ റെഡി. നമുക്ക് വേഗം പോയിട്ട് അയണാക്സ് ഉണ്ടാക്കിയിട്ട് ഈ ബിർച്ച് എല്ലാം വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാം ഗൈസ്. ഇവിടെയുള്ള എല്ലാ ബിർച്ചിൻ്റെ മരവും ഞാൻ വെട്ടിയേണ്ട. എന്നിട്ട് എനിക്ക് ടോട്ടൽ ഇപ്പോൾ 59 കിട്ടി എല്ലാത്തിൽ നിന്നും. നമുക്കിപ്പോൾ നമ്മുടെ മുകളിലത്തെ നല്ല ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചെയ്യാം, ഫ്ലോർ തന്നെ റെഡി ആക്കാം ആദ്യം തന്നെ. ഓക്കെ, നമുക്ക് ഏറ്റവും ഇതിൻ്റെ മുകളിലോട്ടേക്ക് കയറാം. ഇങ്ങനെ ഇങ്ങനെ കയറാം. അയ്യോ ഗൈസ്, പിന്നെ ഇറങ്ങി. ഒരു ടെമ്പററി ആയിട്ട് ഇങ്ങനെ വയ്ക്കുക ഇവിടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ബിൽഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഡിസൈൻ പറയാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വുഡ് നമ്മുടെ ഓക്കിൻ്റെ വുഡ് ഇങ്ങനെ കൈ പിടിക്കണം. എന്നിട്ട് ഇതിങ്ങനെ മുകളിലോട്ടേക്ക് ഒരെണ്ണം പോകണം. അപ്പോൾ ഗൈസ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗൈസ്. ഇനിയുണ്ട് ഞാൻ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഈ ഒരു ഫ്ലോറ് മുകളിലത്തെ ഒരു റൂഫ് പോലത്തെ ചെയ്തിട്ട് കാണാം. പക്ഷേ ഇനി ആദ്യം ചെയ്തത് ഞാൻ ഇത് നമുക്ക് ഒരു അടി പൊക്കം കൂടി വെച്ചു. ഇവിടെ ഒരു ഓക്ക് കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഒരു ബ്ലോക്കും കൂടി നമ്മൾ പൊക്കി വീടിൻ്റെ ഹൈറ്റ് ഒരെണ്ണം കൂടി പൊക്കി. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടി മറ്റേ അടുത്ത ഫ്ലോറ് പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്ലോറ് ഈ ലെവലിലായിരിക്കും വന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ബെർച്ചിൻ്റെയും നമ്മുടെ ഓക്കിൻ്റെയും പ്ലാങ്ക്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണം ഫസ്റ്റ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഇത് നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഓക്കിൻ്റെ ഇച്ചിരി പ്ലാങ്ക്സ് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ
ഗൈസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഇതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ പ്ലാങ്ക്സ് തന്നെ വെച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേരും അത്. അപ്പോൾ എനിക്ക് അതല്ലാണ്ട് വേറൊരു ബ്ലോക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സെയിം സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഫ്ലോറിൽ ഈ അടിയിലത്തെ ഫ്ലോറ് പോലെ ഇതും ഫ്ലോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വുഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് വിചാരിക്കുകയാണ്. കാരണം അതല്ലാണ്ട് വേറെ ഒന്നും ചേരൂല. നമുക്ക് സ്റ്റോൺ ബ്രിക്ക് വയ്ക്കാൻ പറ്റൂല. കാരണം നമ്മൾ ഇത്രയും ചെയ്തു പോയി ഇതിനകത്ത് ഒരു മാച്ചിങ് കിട്ടൂല സ്റ്റോൺ ബ്രിക്ക് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് തന്നെ വയ്ക്കാം. നമ്മുടെ ഇത് മറ്റേ ഈ മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ വുഡ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് കറക്റ്റ് ഉണ്ട്, കിടപ്പുണ്ട്. ഇനി നമുക്ക് ബെറിച്ച് എൻ്റെ കയ്യിൽ കിടപ്പുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ബെറിച്ചിൻ്റെ ആവശ്യം വരാണെങ്കിൽ ഇച്ചിരി ബെറിച്ച് നട്ട് വെച്ചേക്കാം. കാരണം ആവശ്യം വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോർ ഒന്ന് പണിഞ്ഞായിട്ട് ഗൈസ് നമുക്ക് കാണാം. ഇത് ഒരുപാട് നേരം എടുക്കും ഈ ഫ്ലോർ പണിയാൻ. പിന്നെ ഇത് നട്ടിട്ട് കാണാം ഗൈസ്. ഇപ്പോഴത്തെ ഈ റൂഫ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് സ്ട്രിപ്പ് ചെയ്ത് തീർക്കാം. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ഫ്ലോറ് എന്ന് വെച്ചാൽ അടിഭാഗം ഫ്ലോറും പിന്നെ അതിൻ്റെ റൂഫും കംപ്ലീറ്റ് ആയി. ഇത് ഇനിയും വേറൊരു നിലയും കൂടി ഉണ്ട് പണിയാൻ. ഒന്നാമത്തെ നിലയാണിത്. അപ്പോൾ ഈ രണ്ടാമത്തെ നിലയുടെ ഈ റൂഫായിരിക്കും ഫ്ലോറായിരിക്കും ഇത്. അപ്പോൾ ഇതെല്ലാം സെയിം ഫ്ലോറാണെങ്കിലും ഇത് രസം ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്ത് തുടങ്ങാം ഗൈസ്. ഇത് ഫുള്ളായിട്ട് സ്ട്രിപ്പ് ചെയ്ത് കാണാം ഗൈസ്. റൂഫ് പോലത്തെ ഈ സാധനം എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടി നമുക്ക് ഒരു 3 ബ്ലോക്ക് മുകളിലോട്ടേക്ക് പിന്നെയും പോകേണ്ടി വരും. കറക്റ്റ് ഇത് ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ചെയ്തതെല്ലാം പിന്നെ ചെയ്യേണ്ടി വരും. പിന്നെ റൂഫ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഈ സെക്കൻഡ് ഫ്ലോർ ഒന്ന് ചെയ്യാൻ നോക്കാം. ഇച്ചിരി നേരം കഷ്ടപ്പെട്ട് ഒരുപാട് നേരമായി. 1 മണിക്കൂർ കണ്ടായി, ഇപ്പോൾ 2 മണിക്കൂറായി തോന്നണേ. അപ്പോൾ നമുക്ക് ഇത്ര നേരത്തെ കഷ്ടപ്പാട് നമ്മുടെ വീട് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഗൈസ് എനിക്ക് അധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു സ്ക്വയർ പോലെ തോന്നണേ, പക്ഷേ എനിക്കിത് മതി. അപ്പോൾ ഗൈസ് പ്ലീസ് ഗൈസ് സാധനം ഉണ്ടാക്കാൻ ഇച്ചിരി പാടെടുത്തു, ഒരുപാട് നേരം എടുത്തു. അപ്പോൾ ഈ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയുക ഗൈസ്. ഇച്ചിരി ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോന് ഡെക്കറേഷൻ ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇച്ചിരി പാടായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഗൈസ്. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാം. 10ൽ ഒരു റേറ്റിംഗ് ഇടുക ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി പൊട്ടാറ്റോ ഒക്കെ ഫാം ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.